എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. രേവതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഈ ഒക്ടോബർ 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. രേവതി നക്ഷത്രക്കാർക്ക് ഒക്ടോബർ 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. Ace of Wands, Knight of Cups, Eight of Swords, King of Wands, Eight of Wands, അതേപോലെ തന്നെ ലാസ്റ്റ് വന്നിട്ട് വേൾഡ് കാർഡ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം രേവതി നക്ഷത്രക്കാർക്ക് ആദ്യം തന്നെ ഏസ് ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ വിദ്യാർത്ഥികളാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു പ്രായത്തിൻ്റേതായിട്ടുള്ള എടുത്തുചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. എടുത്തുചാടി കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിദ്യാഭ്യാസ കാലഘട്ടം രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് അറിയില്ല. ഇപ്പോൾ നാട്ടിലത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നിങ്ങളും വിദ്യാഭ്യാസത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ബാക്കിയുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ പോകുന്ന നല്ല കാര്യം തന്നെ. രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് ചീത്തയാണ് എന്നുള്ളതല്ല. എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് പോകുമ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് പോവുക. ഒരു ആവേശത്തിൻ്റെ പുറത്ത് ഒന്നിലേക്ക് മറിഞ്ഞിത്തിരിക്കാതിരിക്കുക. ഇത് വിദ്യാർത്ഥികളല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും നിങ്ങളിപ്പോൾ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ പലതരത്തിലുള്ള പൊളിറ്റിക്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്ത് യൂണിയനോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിലേക്കാണെങ്കിൽ എല്ലാം ഒന്നും മിതമായിട്ട് നിൽക്കാൻ ശ്രമിക്കുക. പ്രതികരണശേഷി വളരെ നല്ലതാണ്, പക്ഷേ എപ്പോൾ പ്രതികരിക്കണം, എങ്ങനെ പ്രതികരിക്കണം, എവിടെ പ്രതികരിക്കണം എന്നറിഞ്ഞു വെച്ചുകൊണ്ട് പ്രതികരിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്കായിരിക്കും പ്രശ്നമായിട്ട് വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ കുടുംബത്തിലും ഈ ഒരു പൊളിറ്റിക്സ് എന്നുള്ളൊരു വാക്ക് വളരെ പ്രാധാന്യമായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കെതിരായിട്ട് ഇപ്പോൾ വർക്ക് പൊളിറ്റിക്സ് ആവാം, അല്ലെങ്കിൽ ഫാമിലിയിലായിരിക്കും ചില ആളുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ചില ബന്ധുക്കൾ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ നിങ്ങളെ അകറ്റി നിർത്തും, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ സിറ്റുവേഷൻസ് ആണെന്ന് പറഞ്ഞാലും നിങ്ങളെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളെ ബാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങളിത് അറിയുന്നു, കേൾക്കുമ്പോഴുള്ളൊരു വിഷമം നിങ്ങൾക്കുണ്ടാകുന്നതിൻ്റെ അപ്പുറത്തേക്ക് അതല്ലാത്ത രീതിയിലൊന്നും നിങ്ങളെ ബാധിക്കുന്നില്ല. ഇപ്പോൾ ജോലി സംബന്ധമായിട്ടാണ്, ജോലിയെ ബാധിക്കുന്നില്ല, പക്ഷെ അത് കേൾക്കുമ്പോഴുള്ള അറിയുമ്പോഴുള്ളൊരു വിഷമം മാനസികമായിട്ടുള്ള അങ്ങനെയുള്ള രീതിയിൽ നിങ്ങളെ ബാധിക്കുക, മാനസികമായിട്ടല്ല. അത് വേറെ രീതിയിൽ നിങ്ങളെ അതൊന്നും ബാധിക്കുന്നതായിട്ട് കാണിക്കുന്നില്ല. നെക്സ്റ്റ് വന്നിട്ട് കിങ് ഓഫ് വോൺസ് എനർജിയാണ്. ഈ ഒരു എനർജി എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴായിട്ടും സ്വയം നമ്മൾ എന്താണെന്നുള്ളത്, നമ്മൾ ആനയുടെ വില അറിയില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു സിറ്റുവേഷനാണ്. നിങ്ങളിലുള്ളതൊരു നാച്ചുറൽ ബോൺ ലീഡറാണ്, നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ലീഡർ, ഒരു നേതാവ് അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ഡിപ്ലോമാറ്റിക്കായിട്ട് നിലകൊള്ളേണ്ടതുണ്ട്. നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ ഇപ്പോഴത്തെ ആ ഒരു ചോരത്തിളപ്പം എന്നൊക്കെ നമ്മൾ പറയില്ല, അതിൽ നിൽക്കുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടാവില്ല. പക്ഷെ മുന്നോട്ടേക്ക് കടക്കുമ്പോൾ ഓരോ സിറ്റുവേഷനിലും ഓരോ ചുവടും മുന്നോട്ടേക്ക് വെക്കുമ്പോൾ ഇതങ്ങനെയല്ല, അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു എനർജിയാണ്. നിങ്ങൾക്ക് ഈ ഒരു മാസം ഒരു എപ്പിക് സക്സസ് കാണിക്കുന്നുണ്ട്. അതായത് ഒത്തിരി വിജയം നിങ്ങൾക്കായിട്ട്. ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് പറയുകയാണെങ്കിൽ രാഷ്ട്രീയമാണ് കൂടുതൽ കാണിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ നെക്സ്റ്റ് ഒരു ഹയർ ഒരു പോസ്റ്റ്, ഒരു ടൈറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, ഒരു നല്ലൊരു പൊസിഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഭാവിയിലേക്ക്, ഫ്യൂച്ചറിലേക്ക് വേണമെങ്കിൽ ഒരു MLA മന്ത്രിയോ ആവാനുള്ള ചാൻസ് വരെ ചില ആളുകൾ, എല്ലാവരിലും അല്ല, അങ്ങനെയുള്ളൊരു പൊസിഷൻ വരെ ഇപ്പോഴത്തെ ഒരു എനർജിയിൽ ഒരു നെക്സ്റ്റ് ഒരു പോസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഈ ഒരു എനർജി. അതേപോലെ തന്നെ വലിയ വലിയ ഐഡിയാസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. അതേപോലെ എല്ലാ കാര്യങ്ങളും മുന്നോട്ടേക്ക് എന്താണ്, എങ്ങനെയാണ് വ്യക്തമായിട്ടുള്ള ധാരണയും മറ്റും നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. അപ്പോൾ വ്യക്തതയോട് കൂടിയിട്ട് കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നുള്ളത് കൂടിയിട്ടാണ്. പിന്നെ പ്രായമായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാർ,
അപ്പോൾ ജോലി റിട്ടയറായി, ഇനി വേറെ ജോലി ഇല്ല, അപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് അതുമായിട്ട് ഇറങ്ങുന്നവർ. അതേപോലെ തന്നെ വീട്ടമ്മമാർ വളരെ ഒരു ചെറിയ രീതിയിൽ എന്തെങ്കിലും മെമ്പറോ, ഇപ്പോൾ പഞ്ചായത്ത് മെമ്പർ, അതുപോലെ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റോ അല്ലെങ്കിൽ കൗൺസിലർ, നഗരസഭയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അങ്ങനെ ഒരു പൊസിഷൻ, കാര്യങ്ങൾ മേയർ, ആ പൊസിഷനിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതിൻ്റെ തുടക്കം കുറിക്കുന്ന ഒരു മാസമാകാം ഈ ഒരു മാസം എന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ നൈറ്റ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. കുടുംബ അന്തരീക്ഷത്തിൽ പൊതുവേ നല്ലൊരു അന്തരീക്ഷം തന്നെയാണ്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ടേക്ക് പോകുന്നു. വലിയ വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ഒരു അന്തരീക്ഷമായിരുന്നെങ്കിൽ തന്നെ അതൊക്കെ മാറി ഒരു നല്ലൊരു എനർജിയിലേക്കാണ് നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നൈറ്റ് ഓഫ് കപ്സ് എനർജി എന്ന് പറയുമ്പോൾ ഒരു ക്ലാസിക് റൊമാൻറ്റിക് എനർജിയാണ്. അപ്പോൾ പ്രണയത്തിനുള്ള സാധ്യതയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പ്രണയാഭ്യർത്ഥനകൾ, പ്രപ്പോസൽസ് ഒക്കെ വന്നേക്കാം. അപ്പോൾ അതൊരു നോർമലായിട്ടുള്ള പ്രണയം എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ അറേഞ്ച് മാരേജ് സിറ്റുവേഷനിലാണെങ്കിൽ അത് മാട്രിമോണിയൽ വഴി ഒക്കെ പ്രപ്പോസൽസ് എന്നുള്ള രീതിയിലാവാം. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ടിപ്പിക്കൽ ഒരു പൈങ്കിളി പ്രണയത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു തരം പ്രണയം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നല്ലൊരു കണക്ഷൻ ആഗ്രഹിക്കുന്നവർ, നല്ലൊരു ബന്ധം, റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ആ ഒരു ഐഡിയ ഓഫ് ലവ് അതിനനുസരിച്ചിട്ടുള്ളൊരു പാർട്ട്ണറെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു മ്യൂസിക്കൽ ലവ് സ്റ്റോറി അല്ലെങ്കിൽ റൊമാൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്ന് പറയാം. അവിവാഹിതരായിട്ടുള്ളവരാണെങ്കിൽ പൊതുവേ നല്ലൊരു അന്തരീക്ഷം, കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ പറ്റുക, കുടുംബം, കുട്ടികൾ എല്ലാവരുമായിട്ട് ഒത്തുചേർന്ന് സമയം ചെലവഴിക്കുന്നതിൻ്റെ തൃപ്തിയൊക്കെ അനുഭവിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ 8 ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. ഗ്രോത്ത്, ക്വിക്ക് ഗ്രോത്ത് ആണ്, ഫാസ്റ്റ് ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. വളരെ പെട്ടെന്നൊക്കെ വിചാരിച്ചതിനേക്കാൾ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെ പറയാം. അതേപോലെ തന്നെ ലൈഫിൽ പല ചലഞ്ചസും ഉണ്ടാകാം നിങ്ങളുടെ ജീവിതത്തിൽ. അപ്പോൾ ആ ഒരു എല്ലാ ചലഞ്ചിനെയും അതിജീവിച്ചിട്ട് മുന്നേറുന്ന ഒരു സാഹചര്യം കൂടിയിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ പല പല കാര്യങ്ങൾ, പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ, എങ്ങനെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ളൊരു ചിന്തയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതിൻ്റെ ഒരു തൃപ്തിയും നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ നിങ്ങളുടെ ചില ആളുകളെ സംബന്ധിച്ച് ഇത് സൂചിപ്പിക്കുന്ന യാത്രയാവാം. അപ്പോൾ വിദേശവാസം, വിദേശത്തേക്കുള്ള യാത്ര, അപ്പോൾ പുറത്തേക്ക് പോകുന്ന വിദേശ രാജ്യത്തേക്ക്, ഓസ്ട്രേലിയ, കാനഡ അല്ലെങ്കിൽ യൂറോപ്പിലെ ഏതെങ്കിലും രാജ്യങ്ങളിലേക്കൊക്കെ ഒരു യാത്ര ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും. ഓക്കെ, അതേപോലെ നെക്സ്റ്റ് വന്നിട്ട് 8 ഓഫ് സോൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ 8 ഓഫ് വോൺസ് ആൻഡ് 8 ഓഫ് സോൾസ് എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈകളിലാണ്, അതിൻ്റെ കൺട്രോൾ നിങ്ങളുടെ കൈകളിലാണെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹിച്ച പോലെയുള്ളൊരു കോഴ്സ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത്, നിങ്ങളതിൽ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ കാര്യങ്ങൾ മാറ്റം വരുന്നു. അപ്പോൾ നിങ്ങളുടെ കൺട്രോളിലാണ് പലതും എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്കുണ്ടാവുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് ജോലിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, കാര്യങ്ങൾ, ഇപ്പോൾ ബുള്ളിയും കാര്യങ്ങൾ, ഓഫീസ് പൊളിറ്റിക്സ് അനുഭവിക്കുന്നവർക്ക് നിങ്ങൾ അവർക്ക് അനുവദിക്കുന്നത് കൊണ്ടാണ് അവർ നിങ്ങളുടെ മേൽ കുതിര കയറുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അതിനുശേഷം നിങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങുക, നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ തുടങ്ങുമ്പോൾ ഇനി ശരിയാവില്ല എന്ന് മനസ്സിലാക്കുന്ന, പലപ്പോഴും ഈ ബുള്ളിങ് ഒക്കെ ചെയ്യുന്ന, ഹരാസ് ചെയ്യുന്ന ആളുകൾ ഒരു പേടി തൊണ്ടന്മാരോ പേടിത്തൊണ്ടികളോ ആയിട്ടുള്ളവരായിരിക്കും. പക്ഷെ അവരെ എതിർക്കാത്തത് കൊണ്ട് അവരത് കണ്ടിന്യൂ ചെയ്യുന്നു. നിങ്ങളത് എതിർക്കാൻ തുടങ്ങുമ്പോൾ ഇനി അത് അനുവദിക്കില്ല എന്ന് മനസ്സിലാക്കി അവരത് ഒതുങ്ങുകയാണ് ചെയ്യുന്നത് കാണിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് വേൾഡ് കാർഡാണ്. പല കാര്യങ്ങളുടെയും പര്യവസാനവും പുതിയ തുടക്കമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്തുന്നത് ഒരു തൃപ്തികരമായിട്ടുള്ളൊരു കാര്യം. അതേപോലെ തന്നെ പല ആളുകളും നിങ്ങളെ ഭയക്കാൻ തുടങ്ങുന്ന ഒരു എനർജി, ഭയക്കുക എന്ന് പറയുമ്പോൾ റെസ്പെക്റ്റോട് കൂടിയിട്ടുള്ളൊരു ഭയം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് വില തരാത്തവർ നിങ്ങളൊരു റെസ്പെക്റ്റോട് കൂടിയിട്ട് കാണാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. യാത്രകൾ അതേപോലെ സൂചിപ്പിക്കുന്നുണ്ട്. ജോലി സംബന്ധമായിട്ട്, ബിസിനസ് സംബന്ധമായിട്ടൊക്കെയുള്ള യാത്രകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പേഴ്സണലായിട്ട് അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ഒരുമിച്ചുള്ള കൂടിയുള്ള ഒരു യാത്രയും ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തൃപ്തിയും സന്തോഷവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നതായിട്ടും കാണുന്നു. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്